2014 2019 നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് വോട്ട് ചോദിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ BJP നയിക്കുന്ന NDA മുന്നണിയെ ആ മുന്നണിയെ എതിർക്കാൻ കഴിയാത്ത രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ രണ്ടായിട്ട് സംസാരിക്കുന്നെങ്കിലും ഇന്ത്യ രാജ്യത്ത് ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സഖ്യകക്ഷികളായിട്ടുള്ള പാർട്ടികളാണ് ഇവിടെ സംസാരിക്കുന്നത്. 2014 മുതൽ 2024 വരെയുള്ള 10 വർഷക്കാലത്ത് ഈ രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായി ഭരിച്ചപ്പോൾ ഏറ്റവും വലിയ കാര്യം ഈ രാജ്യത്തെ സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും അവനെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങളും അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു സർക്കാരാണ്. അതിലുപരി ഈ രാജ്യത്ത് 10 വർഷക്കാലം ഭരിച്ചപ്പോൾ 10 പൈസയുടെ അഴിമതിയില്ലാതെ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തുള്ളത്. 10 പൈസയുടെ അഴിമതിയില്ലാതെ ഈ രാജ്യം ഭരിക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനമന്ത്രി. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് ഭരിച്ചപ്പോൾ നമ്മളെ ഖജനാവിൽ നിന്നും ചോർന്നു പോയത് 10 ലക്ഷം കോടിയുടെ അഴിമതിയാണ്. 10 ലക്ഷം കോടിയുടെ അഴിമതി നടത്തിയിട്ടുള്ള 2014 മുതൽ 2014 വരെയുള്ള ഭരണവും 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തെ 1 രൂപയുടെ അഴിമതിയില്ലാതെ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് ഈ രാജ്യമെന്ന് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞത്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് ഞാൻ ചില പദ്ധതികൾ പറയാം. 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയ ഗരീബ് കല്യാൺ യോജന പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കി. 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി. 3 കോടി ജനങ്ങൾക്ക് ആവാസ് യോജന എന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുടെ ഈ രാജ്യത്ത് അവർക്ക് വീട് വെച്ച് കൊടുത്തു. അതുമാത്രമല്ല, ഈ രാജ്യത്ത് ജലജീവൻ മിഷൻ പദ്ധതിയുടെ 11.8 കോടി ജനങ്ങൾ വീടുകൾക്ക് നേരിട്ട് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കി. അതുമാത്രമല്ല, ഈ രാജ്യത്ത് 100% വീടുകളും വൈദ്യുതീകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി അത് ഈ രാജ്യത്ത് വിജയിച്ചിരിക്കുന്നു. 100% വീടുകളിലും വൈദ്യുതി എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതുമാത്രമല്ല, 48.3 കോടി ജനങ്ങൾക്ക് ജൻധൻ അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തുകൊടുത്ത് ഈ സർക്കാർ സാധാരണക്കാരന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ, പഴയ കാലത്ത് 10 രൂപ കൊടുത്താൽ അതിൽ 8 രൂപയും ഇടനിലക്കാർ അടിച്ചു കൊണ്ടുപോകുന്ന അടിമ നടത്തുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ട് ആളുകൾക്ക് പൈസ കിട്ടുന്നത് വഴി ഈ രാജ്യത്ത് ജൻധൻ അക്കൗണ്ട് വഴി സാധാരണക്കാരന് 1 രൂപ പോലും പോകാതെ നമുക്കറിയാം പല പദ്ധതികളും ഈ രാജ്യത്തുണ്ട്, ആ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ രാജ്യത്ത് ഈ പെട്ടിക്കടക്കാർക്ക് വഴി രാജ്യത്തെ സാധാരണക്കാരൻ റോഡ് സൈഡിൽ പെട്ടിക്കട നടക്കുന്ന ആളുകൾക്ക് പോലും പ്രധാനമന്ത്രി സ്വനിധി പ്രകാരമുള്ള ലോണുകൾ കൊടുക്കാൻ ഗ്യാരണ്ടി ഇല്ലാതെ 34.8 ലക്ഷം ആളുകൾക്ക് ഗ്യാരണ്ടി ഇല്ലാതെ ലോൺ കൊടുത്തു. മുദ്ര ലോൺ പദ്ധതി ഇവിടെ രാജ്യത്ത് നടപ്പാക്കി. ഈ രാജ്യത്തെ കച്ചവടക്കാർക്കുമൊക്കെയുള്ള വലിയ പദ്ധതി രാജ്യത്ത് നടപ്പാക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഈ രാജ്യത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അതുമാത്രമല്ല, 2014 2024 2024 ഈ രാജ്യത്തെ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം. ഇവിടെ ഉണ്ടായിരുന്ന 2014 74ഓളം എയർപോർട്ടുകളാണെങ്കിൽ ഇന്ന് 180 എയർപോർട്ടുകളാണ് ഈ രാജ്യത്തുള്ളത്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് 5 മെട്രോകളാണ് ഉണ്ടായിരുന്നെങ്കിൽ 20 മെട്രോകളാണ് രാജ്യത്തുള്ളത്. 384 മെഡിക്കൽ കോളേജുകളാണ് 2014 ഉണ്ടെങ്കിൽ 2024 700 മെഡിക്കൽ കോളേജുകൾ രാജ്യത്തുണ്ട്. 7 എയിംസുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 22 എയിംസുകൾ രാജ്യത്തുണ്ട്. 400 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നെങ്കിൽ 1100 യൂണിവേഴ്സിറ്റികൾ ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്ത് ഓരോ നിമിഷവും ഓരോ ദിവസവും ഈ രാജ്യത്തെ ഹൈവേകളുടെയും ഗ്രാമീണ റോഡുകളുടെയും പണി നടന്നുകൊണ്ട് നമുക്കറിയാം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പുതിയ 8 വരി പാത ആ പണി ഇന്ന് മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന 1% പോലും ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഒരു സംസ്ഥാന ഒരു തെരഞ്ഞെടുപ്പ് മാറി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. ഇവർ 2 മുന്നണികളായിട്ട് ഇവിടെ മത്സരിക്കും. ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മത്സരമാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടിൽ, എതിര് മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു നേതാവാണ്, ആനി രാജയാണ്. ഇവിടെ മത്സരിക്കുന്നത് 2 പേരും ഒരേ മുന്നണിയിലെ നേതാക്കന്മാരെ മത്സരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സമഗ്രമായ വികസനം മണ്ഡലത്തിലേക്ക് വന്നാൽ നമുക്ക് പരിശോധിച്ച് നോക്കൂ. അഹമ്മദ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണിത്.
എന്ത് വികസനമാണ് ഇവിടെ നടന്നത്? ഏത് വികസനമാണ് ഇവിടെ രാജ്യത്തെ ജനങ്ങൾ ഉറപ്പാക്കിയത്? ഇന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പാക്കേണ്ട, അതുവഴി രാജ്യത്തേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുള്ള MP-മാർ, ലീഗിന്റെ MP-മാർ ജയിച്ചു പോയിട്ട് ഒരു തവണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ അവസരം കിട്ടി. അവരൊന്നും ജയിച്ചു പോയിട്ടും ഈ രാജ്യത്തിന്റെ ഈ നാടിന്റെ അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഈ നമ്മുടെ മണ്ഡലത്തിൽ സമഗ്രമായ വികസനം ഉറപ്പുവരുത്തണമെങ്കിൽ നരേന്ദ്രമോദിയുടെ കൂടെ കേന്ദ്ര ഗവൺമെന്റിൽ മന്ത്രിയാവാൻ അർഹതയുള്ള അബ്ദുൽ സലാമിന് തന്നെ മുൻ VC ആയിട്ടുള്ള അബ്ദുൽ സലാമിന് തന്നെ വോട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ മണ്ഡലം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ. ഏതായാലും 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് എന്റെ മുസ്ലിം ലീഗിന്റെ സുഹൃത്ത് ആശഭാരതമെന്ന് പറയാൻ വേണ്ടി ധൈര്യം കാണിച്ചു. അത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ ഗുണമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ രാജസ്ഥേയികളാക്കി മാറ്റാനുള്ള, ഈ രാജ്യത്തെ ജനങ്ങളെ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാക്കി മാറ്റുവാനുള്ള ശ്രമകരമായ പ്രവൃത്തി വിജയിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും. 400 സീറ്റോടുകൂടി ഈ രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.